BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സന്ദർശിച്ചത് ഒരു വലിയ വാർത്തയായിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാരതീയ ധർമ്മജനസേന എന്ന് പറയുന്ന BDJS എന്തുകൊണ്ടാണ് BDJS എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ രൂപം കൊണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ചർച്ച ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നില്ല ആരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കെന്തായാലും എന്തുകൊണ്ട് BDJS എന്തുകൊണ്ട് അത് അത്തരമൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് തോന്നുന്നു. ആ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കാത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം എന്താണ്, എന്തിനു വേണ്ടിയായിരുന്നു ഇത് രൂപീകരിക്കപ്പെട്ടത്? നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഈ SNDP എന്ന് പറയുന്ന സാമുദായിക സംഘടനയുടെ മുൻകൈയിൽ, അതോടൊപ്പം തന്നെ ഇപ്പോൾ NDAയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BDJS. അപ്പോൾ എന്തുകൊണ്ടാണ് NDAയുടെ അല്ലെങ്കിൽ BJPയുടെ പിന്തുണയോട് കൂടിയിട്ട് ഇത്തരം ഒരു സംഘപരിവാര താലോലിച്ചുകൊണ്ട് ഇത്തരം ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാന വിഷയം തോന്നുന്നു. ഈ ഒരു സന്ദർശനത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ അതിൻ്റെ ഒരു പൊളിറ്റിക്സ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിനെതിരെ, ഈ ഒരു സന്ദർശനത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് നിരവധി പൊതുപ്രവർത്തകരായിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ പല കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, അനൂപ് വിയാറിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. അനൂപ് വിയാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയിട്ടില്ല മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ വംശീയ അധിക്ഷേപങ്ങൾക്കെതിരായിട്ട് നിരവധി പോരാട്ടം നടത്തിയതിൻ്റെ ഭാഗം കൂടിയാണ് ഈ സർക്കാർ എന്ന് വരെ വിയർ അനൂപ് പറയുന്നുണ്ട്. അതുപോലെ KK പാപ്പരാജ്, സുധീഷൻ രഘു, ഒരുപാട് പേര് ഈ രാഷ്ട്രീയത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന, സാമുദായിക രാഷ്ട്രീയത്തെ വളരെ ഗൗരവത്തോടെ കാണുന്ന നിരവധി പേരുടെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് പാപ്പരാജിന് ഈ കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയാനുള്ളത്? ഇത് BDJS എന്ന് പറയുന്നത് ഭാരതീയ ധർമ്മ ജനസേന. നമുക്ക് വളരെ പെട്ടെന്ന് BJP ആയിട്ട് ഇപ്പോൾ അനൂപ് വിയാറിന്റെ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ BDJSനെ കാണുന്നത് ഈ രീതിയിൽ കാണേണ്ട ഒരു കാര്യമില്ല, അതിനൊരു ലെജിറ്റിമസി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു പൊസിഷനാണ് അനൂപ് വിയാർ മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ അമ്പിയെ സൂചിപ്പിച്ചു, പല ആളുകളും പലതരത്തിലുള്ള പ്രതികരണം നടത്തുന്നുണ്ട്. എല്ലാവരും പ്രതികരണങ്ങളും ഒന്നല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് BDJS, അതുപോലെ BDJS എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. BDJS കേരളത്തിൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പല കണക്കുകളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നായന്മാർ പൂർണ്ണമായിട്ടും 60-70% ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് BJPക്കാണ്. എന്ന് പറഞ്ഞാൽ നായന്മാരുടെ വോട്ട് BJPക്ക് കിട്ടാനായിട്ട് പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ആവശ്യമില്ല. അവർ നേരിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് NSSൽ മെമ്പർമാരായിട്ടുള്ള ആളുകളും NSSകാരും സകലമാന നായന്മാരും സ്ഥാനി നായന്മാരും ഒക്കെ വോട്ട് ചെയ്യുന്നത് ഇപ്പോൾ BJPക്കാണ്. അത് ലഭ്യമായ കണക്ക് അങ്ങനെയാണ്. പല സർവേകളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നായന്മാർ വോട്ട് കിട്ടാനായിട്ട് ഇനി BJPക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ഈഴവരുടെ ഇവരുടെ കാര്യങ്ങളില്ല, ഈഴവരുടെ കാര്യങ്ങളില്ല. ഇപ്പോഴും ഈഴവരുടെ വോട്ടിന്റെ നല്ലൊരു ശതമാനം നേരിട്ട് BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമില്ല. കാരണം ഈഴവരിലെ കുറേ ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിനാണ്. അവർ പല ആളുകൾക്കും BJPയുടെ അതേ പൊസിഷനാണ് പല കാര്യങ്ങളിലും, പല സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിലും ഒരേ പൊസിഷനാണ് നമുക്കറിയാം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് BJPക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും BJPക്ക് സംശയമുണ്ട്. നാട്ടുകാർക്ക് സംശയം ഇല്ലെങ്കിലും BJPക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. അത് റിയാലിറ്റി ആയിരിക്കാം. അപ്പം അതുകൊണ്ടാണ് ഇതിനിടയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി വരുന്നത്. അപ്പോൾ പ്രൊഫസർ മോഹൻ ഗോപാലിനെ പോലെയുള്ള ആളുകളൊക്കെ നേരത്തെ നിരീക്ഷിച്ചുള്ള കാര്യം. അപ്പോൾ ഇവർക്ക് ഒരു പാർട്ടിയുടെ ഒരു ഇടനിലയില്ലാതെ BJPക്ക് ഈഴവരുടെ വോട്ട് കിട്ടാൻ പ്രയാസമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് 2015 BDJS സ്ഥാപിക്കപ്പെടുന്നത്. അതായത് BDJSലൂടെ മാത്രമേ ഈഴവർ BJPയിലേക്ക് എത്തുള്ളൂ എന്നുള്ളൊരു ധാരണ രൂപപ്പെട്ടതിൻ്റെ സാഹചര്യത്തിലാണ് ഇത് രൂപം കൊള്ളുന്നതാണ് പറഞ്ഞു വരുന്നത്. പക്ഷേ അപ്പോൾ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ NDA ഒരു ഘടകകക്ഷിയായിട്ട് മാത്രമായിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് കാണണോ? ഞാൻ ചില സന്ദർഭങ്ങൾ പറയാം. NDAയുടെ ഘടകകക്ഷിയായി ആളുകളുടെ രോമാഞ്ചകുഞ്ചികം ആയിട്ടുള്ള ആൾക്കാരാണ് മമതാ ബാനർജി. മമതാ ബാനർജി ആരായിരുന്നു? NDAയുടെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന, റെയിൽവേ മന്ത്രി ആയിരുന്ന ഒരാളാണ് അല്ലേ? സ്റ്റാലിൻ DMK
കുറേ കാലം NDA ആയിട്ട് സഹകരിച്ചിരുന്ന പാർട്ടിയാണ്. അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് പാർട്ടികൾ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പല പാർട്ടികളും NDA ഘടകകക്ഷികളായിരുന്നവരാ. ഇവരെയൊന്നും യാതൊരു തരത്തിലുള്ള അസ്പൃശ്യതയും ഒരു പാർട്ടികൾക്കും ഇല്ല. അപ്പോൾ BDJSനെ നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണണമെന്നാണ് ഞാൻ കരുതുന്നത്. അതായത് BDJS അടിസ്ഥാനപരമായും ഈഴവരുടെ ഒരു സംഘടനയാണ്. ഇവരുടെ BJPയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് വിവിധ സമുദായങ്ങളുടെ തങ്ങളുടെ വരുതിയിലാക്കുന്നതിന് വേണ്ടി പല തന്ത്രങ്ങൾ പയറ്റാന്നുള്ളതാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളെ വരുതിയിലാക്കേണ്ടതുണ്ട്, നായന്മാരെ വരുതിയിലാക്കേണ്ടതുണ്ട്, ദളിതരെ വരുതിയിലാക്കേണ്ടതുണ്ട്, ഈഴവരെ വരുതിയിലാക്കേണ്ടത്, മുസ്ലിങ്ങൾ ഒരു വിഭാഗത്തിന് വരുതിയിലാക്കേണ്ടതുണ്ട്. അതിനകത്തൊക്കെ അവരുടെ തന്ത്രങ്ങളുടെ ഭാഗമാണ്. അവർ അതിനനുസരിച്ച് സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി 2015 V മുരളീധരൻ്റെ പഴയ പഴയ മന്ത്രിസഭയിലുണ്ടായിരുന്ന കേന്ദ്ര മന്ത്രിസഭയിലുണ്ടായിരുന്ന ഇപ്പോൾ MLA ആയിട്ടുള്ള മുരളീധരൻ്റെ ഒരു ഉപദേശപ്രകാരം കൂടിയിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് BDJS ആ കാലത്ത് രൂപം കൊള്ളുന്നത്. പക്ഷേ നമ്മൾ ആ രീതിയിൽ മാത്രം ഇതിനെ കണ്ടാൽ പോരാ. കാരണം ഇപ്പോൾ ഒരു ഈഴവരുടെ രാഷ്ട്രീയം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈഴവരിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയല്ല BDJS. ഇതിനു മുന്നേ SRP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു. ഈ SRP എന്തായിരുന്നു? 60കളുടെ അവസാനം നെട്ടൂർ കമ്മീഷൻ EMS കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ EMS എല്ലാ കാലത്തും ഈ സംവരണത്തിനെതിരായതുകൊണ്ട് അന്നും സംവരണത്തിനെതിരായിരുന്നു. സംവരണത്തിന് എങ്ങനെയാണ് പൂട്ടിക്കേണ്ടതാണ് മൂപ്പരുടെ എല്ലായ്പ്പോഴും നോട്ടം. അതിന്റെ ഭാഗമായിട്ട് നെട്ടൂർ കമ്മീഷൻ നിയമിക്കുകയും കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ട് 70കളിൽ പുറത്തു വന്നു. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ക്രീമി ലെയർ ആയി ബന്ധപ്പെടുന്ന സാമ്പത്തിക സംവരണം പോലെയുള്ള കാര്യങ്ങളുടെ ഒരു പഴയ രൂപമാണ്. എന്തായാലും അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ നടപ്പിലാക്കാൻ തീരുമാനിച്ച സമയത്ത് അതൊരു CPM-നുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിക്ക് കാരണമായി. ഇപ്പോൾ P. ഗംഗാധരൻ എന്ന് പറയുന്ന ആ സമയത്ത് വളരെ പ്രമുഖനായ ഒരു ഇടവ നേതാവും കൂടിയായിരുന്നു. SNDP നേതാവായിരുന്നു അദ്ദേഹം. CPM-ന്റെ നേതാവായിരുന്നു. MLA ആയിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിൽ പോയി ഗുരുവിനെ കണ്ടിട്ടുള്ള ഒരാളാണ്. അതുപോലെയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം അതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. അപ്പോൾ രാജി അവർ സ്വീകരിച്ചില്ല. അതിന് അദ്ദേഹത്തെ പുറത്താക്കി. രാജി സ്വീകരിക്കില്ല, പുറത്താക്കിയ ചെയ്തു. രാജി സ്വീകരിക്കില്ല, പുറത്താക്കില്ല. അപ്പൊ എന്തായാലും ശ്രീ P. ഗംഗാധരനെ അവർ പുറത്താക്കി. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ SRP രൂപം കൊള്ളുന്നത്. അന്ന് SRP മാത്രമല്ല രൂപം കൊള്ളുന്നത്, SRP 74ലാണ് രൂപം കൊള്ളുന്നത്. ഈ സമയത്ത് വിവിധ സമുദായങ്ങൾ ഈ നെട്ടൂർ കമ്മീഷനോടുള്ള മറ്റൊരു വിയോജിപ്പിന്റെ പുറത്ത് ഈ NDP രൂപം കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ദിനകരന്റെ നേതൃത്വത്തിൽ DLP ധീവരരെയൊക്കെ സംഘടിപ്പിച്ച് DLP രൂപം കൊള്ളുന്നത്. അങ്ങനെ വിവിധ സമുദായ പാർട്ടി രൂപം കൊള്ളുന്ന ഒരു സന്ദർഭത്തിൽ SRP എന്നുള്ള സംഘടന രൂപം കൊള്ളുന്നുണ്ട്. ഈ സംഘടനയാണ് പിന്നീട് ആദ്യഘട്ടത്തിൽ UDF അവർക്ക് ഒരു അംഗത്വം കൊടുത്തില്ലെങ്കിലും അതിന്റെ ഭാഗമാക്കിയില്ലെങ്കിലും പിന്നീട് അവർ UDF-ന്റെ ഭാഗമാവും. പിന്നെ അത് ചരിത്രത്തിൽ മാഞ്ഞു പോവുകയാണ് ചെയ്തത്. SRP ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ്, പിന്നെ ഇപ്പൊ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ ചില നേതാക്കന്മാരൊക്കെ പലയിടത്തും കാണാറുണ്ട്. അപ്പൊ എന്തായാലും പറഞ്ഞു വരുന്നത്, അപ്പൊ അത്തരം സന്ദർഭത്തിലാണ് SRP രൂപം കൊള്ളുന്നത്. അതുപോലെ മറ്റൊരു ഘട്ടത്തിലാണ്, അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഘട്ടത്തിലാണ് BDJS രൂപം കൊള്ളുന്നത്. അപ്പൊ ഈ BDJS ഇന്നും ഈഴവരുടെ ഒരു ചില ശബ്ദങ്ങൾ അതിനുള്ളിലുണ്ട്. നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പരാമർശങ്ങളെ കുറിച്ച് ധാരാളം പഠിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ അംഗമാണ് ഞാൻ. ഞങ്ങൾ ഇതിനെ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശന്റെ പല വിദ്വേഷ പരാമർശങ്ങളും മറ്റു പലരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മളുടെ സുകുമാരൻ നായരെ വിദ്വേഷ പരാമർശങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്, മലപ്പുറത്ത് കേന്ദ്രീകരിച്ചിട്ടുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ വ്യത്യാസം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ഒരു സമുദായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ അവലാദികളും. ഈഴവ സമുദായത്തിന് ഇങ്ങനെ അതുണ്ടായില്ല, ഇതുണ്ടായില്ല, പല പരാതികളാണ്. ഈ പരാതികൾക്ക് അദ്ദേഹം എപ്പോഴും കാണുന്ന കാരണം മുസ്ലിങ്ങളാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ മുസ്ലിം. അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആണ് അദ്ദേഹത്തിന്റെ വിദ്വേഷ പരാമർശങ്ങളിൽ മിക്കവാറും ഉണ്ടാകുന്നത്. അത് പലപ്പോഴും മതപരമല്ല എന്നും കൂടിയിട്ട്, മതപരമായ ഇപ്പൊ ഇസ്ലാമിനോടുള്ള വിയോജിപ്പുകളല്ല പലപ്പോഴും ഇദ്ദേഹത്തിന്റെ വിമർശനമായിട്ട് വരാറുള്ളത്. ഇതൊരു കീഴാള സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. കീഴാള സമുദായത്തിൽപ്പെട്ട ആളുകൾ പലപ്പോഴും സാമുദായികതയുടെ ഒരു യുക്തി ആണ് അവരെ നയിക്കുക. പക്ഷെ ആ യുക്തിക്ക് അവരെ കുഴപ്പമായിട്ട് അവരെപ്പോഴും കാണുക മുസ്ലിങ്ങളെയാണ്. ഇതാണ് അവരുടെ ഇസ്ലാമോഫോബിയുടെ ഒരു പ്രത്യേകത. ഇത് ഇപ്പോൾ ദീപിക മുന്നോട്ട് വയ്ക്കുന്ന ഇസ്ലാമോഫോബിയ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ചില സമയത്തൊക്കെ സാമുദായിക യുക്തി ഉണ്ടാകുമ്പോഴും പലപ്പോഴും അത് ഇസ്ലാമിനെതിരെ കൂടി, അന്താരാഷ്ട്ര തലത്തിലുള്ള ഇസ്ലാമിനെതിരെയുള്ള ഇസ്ലാമോഫോബിക് പ്രചാരണങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും.
എന്നാൽ നമുക്ക് വെള്ളാപ്പള്ളി നട ചെല്ലുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഈഴവരുടെ സമുദായ സംഘടന എന്ന രീതിയിൽ ഈഴവരെ കയ്യിലെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് BJP BDJSനെ കൈകാര്യം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഇപ്പോഴത്തെ മന്ത്രിസഭയിലുള്ള CMPയുടെ നേതാവായിട്ടുള്ള CP ജോൺ, അദ്ദേഹം കഴിഞ്ഞ വർഷമറ്റോ നടത്തിയൊരു പ്രസ്താവന ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് മറ്റേ ഇസ്ലാമോഫോബിക് പ്രസ്താവനകൾ ക്രോഡീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞങ്ങൾ കണ്ടിരുന്നു. ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ BDJSനെ പോലെയുള്ള പാർട്ടികളെ, ഈഴവരടങ്ങുന്ന പാർട്ടികളെ അതുപോലെ തന്നെ കൂടെ നിർത്താൻ വേണ്ടത്. അതുപോലെ വെൽഫെയർ പാർട്ടിനെ കൂടെ നിർത്തും. അതിൽ നമ്മളുടെ SDPIനെ കൂടെ നിർത്തും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ UDFന്റെ ഒരു ഉത്തരവാദിത്തമാണ് BDJSനെയും വെൽഫെയർ പാർട്ടിയെയും SDPIയെയും കൂടെ നിർത്തുക എന്നൊരു പൊസിഷൻ നേരത്തെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ഒരു പ്രചരണ തന്ത്രത്തെ, BJPയുടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ തകർക്കുന്നതിന്റെ ഭാഗമായിട്ട് BDJSനെ പോലുള്ള പാർട്ടികളെ കൂടെ നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ എന്നിട്ട് അതിന്റെ ശ്രമം ഉണ്ടാവാത്തത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ തൃണമൂൽ കോൺഗ്രസിനോട് NDA ആയിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസിനോട് പ്രശ്നമില്ല, അല്ല, ഇവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ പലതരത്തില് NDA ആയിട്ട് സഹകരിച്ചിട്ടുള്ള DMKയോട് ഇവർക്ക് പ്രശ്നമില്ല. അപ്പൊ പല പാർട്ടികളും നേരത്തെ NDA ആയിട്ട് കൂട്ടിച്ചേർന്നു ഒരു പ്രശ്നമൊന്നുമല്ല. പക്ഷേ പ്രശ്നം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ കീഴാള വിഭാഗങ്ങൾ എപ്പോഴെങ്കിലും ഈ രീതിയിലൊരു കാര്യം ചെയ്താൽ അതോടുകൂടി അവരെ പിന്നെ എടുക്കാനില്ല എന്നുള്ള പൊസിഷനാണ്. വാസ്തവത്തിൽ ഈ ഒരു നിലപാട് ഇതിപ്പോ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. CK ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ആദിവാസി, അപ്പൊ അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നില്ല എന്നുള്ളത്. ഇപ്പൊ CK ജാനുവിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ ജനവിഭാഗം സംഘടിക്കുകയും അവർ തീർത്തും സംഘടിതരായിട്ട് തന്നെ നിലനിന്ന് പോവുകയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പൊളിറ്റിക്സിന്റെ ശരിക്കും പറഞ്ഞാൽ അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. CPMനകത്ത് ആദിവാസി മുന്നണി അവരുണ്ടാക്കുകയും അത് കൂടെ നിൽക്കുകയും എന്നാൽ അതേ സമയത്ത് തന്നെ ആദിവാസികളുടെ വിഷയങ്ങളോട് വളരെ പിന്തിരിപ്പൻ ഇടപെടലുകൾ നടത്തുകയും ചെയ്യും. അവരെ സംഘടിപ്പിച്ച് കൂടെ നിർത്തുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞാൽ CK ജാനുവിനെ പോലെയുള്ള ഒരു ആദിവാസി നേതാവിനെ ഇവിടുത്തെ LDF UDF ഒക്കെ കൂടെ നിർത്തുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നീട് അവരെ NDAയിൽ പോകുമ്പോൾ അവരെ സംബന്ധിച്ചോളം അവരുടെ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ NDAയിൽ പോയത്. ശരിയാന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ NDAയിലേക്ക് അവർ പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ LDF UDF എടുത്തിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് പോവേണ്ടി വരുന്നത് എന്നുള്ളത് തന്നെയാണ്. അതേ നിലപാട് നമുക്കറിയാം. ഇപ്പോൾ ഈഴവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും അവരുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്നുള്ളത് സോഷ്യൽ എഞ്ചിനീയറിംഗ് പ്രോബ്ലം ഉണ്ടായില്ലേ? അത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സന്ദീപ് വാര്യർ, ആരാ സന്ദീപ് വാര്യർ? BJPയുടെ നേതാവായിരുന്ന ഒരാളാ. സഞ്ജയ് വാര്യരെ കൂടെ നിർത്താനും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ അവർ തയ്യാറായി. ആ സമയത്ത് അതുപോലെ CK ജാനുവിന് അത് കൊടുക്കാൻ തയ്യാറില്ല. BJPയിൽ നിന്ന് വന്നിട്ടുള്ള ഈ സന്ദീപ് വാര്യരോട് യാതൊരു തരത്തിലുള്ള അസ്പൃശ്യത ആർക്കില്ല. അദ്ദേഹത്തിനെ വോട്ട് സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ചു അവര്, അല്ലേ? ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നത്? അതൊരു കീഴാള പ്രശ്നം അതിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, BDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടീനെ ഒരേ സമയം NDAയുടെ ഘടകകക്ഷിയായിട്ട് കാണുന്നതോടൊപ്പം തന്നെ അതിനെ നമ്മളൊരു കീഴാള വിഭാഗങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഇടമായി കൂടി കാണണം. എല്ലാ വിഭാഗവും BJPയുടെ മാത്രം കണ്ണിലൂടെ എല്ലാ കാര്യങ്ങളും കാണേണ്ടത് കീഴാള രാഷ്ട്രീയത്തിലൂടെ കണ്ണിലൂടെ കൂടി കാണാൻ ശ്രമിക്കണം. അതായത് അവരുടെ ഒരു രാഷ്ട്രീയ താല്പര്യം എൻ്റെ മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ കാണാം, കേരളത്തിലെ ഇത്തവണത്തെ ഈ MLA ലിസ്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ 9 UDFന്റെ നേതൃത്വത്തിൽ ആകെ 9 പേരാണ് അവർ വിജയിപ്പിച്ചിട്ടുള്ളത്. 9 MLAമാരാണ് ഈഴവരുടെ ഭാഗത്തു നിന്നുള്ളത്. 10-20 MLAമാർ ഉണ്ടായാൽ മാത്രമാണ് അവരുടെ ജനസംഖ്യ വേണ്ടതുണ്ട്. എന്നിട്ട് അതൊന്നും ഇല്ലല്ലോ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഈഴവരുടെ അതുപോലെ കീഴാള വിഭാഗങ്ങളുടെയും കണ്ണിലൂടെ കൂടി നമ്മൾ ഈ പ്രശ്നത്തെ കാണണം. അപ്പോൾ ഇവരെ കൂടി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പൊളിറ്റിക്സിനാണ് BJPയെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ. അതെ, ഒരു പ്രാതിനിധ്യം ഇല്ലാതാവുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഈഴവ പ്രാതിനിധ്യം സഭയിൽ ഇല്ലാതാവുകയും നായർ പ്രാതിനിധ്യം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് അതേസമയം തന്നെ നമ്മൾ വേറൊരു ഇതിൽ കാണാവുന്നതാണ്. കാരണം വെച്ചാൽ ഇതൊക്കെ ഒരു മുസ്ലിങ്ങളുടെ തലയിലാണ് ഈ ആളുകൾ വെക്കുന്നത്. അത് ഇസ്ലാമോഫോബിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം, ഇപ്പോൾ VD സതീശനെ കാണാൻ വേണ്ടി, മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് BDJSന്റെ നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി വന്നു.
അപ്പൊ ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം BR അനൂപ്, കോൺഗ്രസ് നേതാവായിട്ടുള്ള BR അനൂപിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. അത് വളരെ പ്രധാനമാണെന്നാണ് ഈ സന്ദർഭത്തിൽ വളരെ പ്രധാനമായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം അതിനകത്ത് തുഷാർ വെള്ളാപ്പള്ളിയുടെ ഈ സന്ദർശനത്തെ കുറിച്ചിട്ട് അനൂപ് പറയണത് എന്താ വെച്ചാൽ, ഈ NSS നേതാവായിട്ടുള്ള NSS നേതാവ് മറ്റേ സുകുമാരൻ നായർ പോലും തയ്യാറായിട്ടില്ല BDJS ആയിട്ടൊരു ചർച്ചയ്ക്ക്. അതിന് കാരണം എന്താ വെച്ചാൽ NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള BDJS ആയിട്ട് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുകുമാരൻ നായർ ആ ചർച്ച ഒഴിവാക്കുന്നത്. എന്നിട്ടും അങ്ങനത്തെ ഒരാളെ എന്തിനാണ് VD സതീശൻ അതിന് തയ്യാറായത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിക്കെതിരായിട്ടുള്ള പിന്നെ ഞങ്ങളെ പോലുള്ള മനുഷ്യരുടെ മീൻസ് അനൂപിന്റെ ഒക്കെ അതുപോലെയുള്ള ആൾക്കാരുടെ സമരം കൊണ്ടുകൂടിയാണ്, അല്ലെങ്കിൽ അയാളുടെ വിദ്വേഷ പരാമർശത്തിനായിട്ട് സമരങ്ങളുടെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് എന്നുള്ളത് അധികാരികൾ ഓർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ്? അനൂപിന്റെ പ്രയോഗം ഞാൻ വായിക്കും. സീനിയർ വെള്ളാപ്പള്ളി ആയാലും ജൂനിയർ വെള്ളാപ്പള്ളി ആയാലും ചർച്ചയ്ക്ക് എത്തി ലെജിറ്റിമസി ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്നാണ് നമ്മുടെ പോസ്റ്റ്. ഇത് വേറെ രീതിയിൽ കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് NSSും അതുപോലെ തന്നെ നായർ സംഘടന എന്ന് പറയുന്നത് സത്യത്തില് 60-70% BJPക്ക് വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞാണ്. BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവര്. ഈ NSS നേതൃത്വവും ഈ പറഞ്ഞ പോലെ BJP ആയിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ്. നായർ മൊത്തത്തിൽ ബന്ധമുള്ള ആളുകളാണ്. അവരിൽ ചെറിയ ശതമാനമാണ് മറ്റു പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി ആളുകളെ കാര്യങ്ങളില്ല. ഈഴവരായാലും മുസ്ലിങ്ങളായാലും ദളിതരായാലും മറ്റു പിന്നോക്കക്കാരൊക്കെ മറ്റു ഇതര പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നവരാ. അപ്പൊ ഈ നായന്മാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്താ ഉണ്ടാകുന്നത്? നായന്മാർ ഇത്തിരി ബുദ്ധിയുള്ള ആൾക്കാരാണ്. കാരണം എന്ന് വെച്ചാൽ അത് സവർണര് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, രാഷ്ട്രീയത്തിൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും അറിയാം UDF അല്ലെങ്കിൽ LDF ആണ് അധികാരത്തിൽ വരിക. NDA അധികാരത്തിൽ വരില്ല. കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ നായന്മാര്. ഈ നായന്മാര് കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ NDAയെ നേരിട്ട് സ്വീകരിച്ച് 60% ഞങ്ങൾ വോട്ട് കൊടുക്കുന്നത് ശരിയാണ് എന്ന് വെച്ചിട്ട് ഈ അധികാരം ഇരിക്കുന്നത് NDAയുടെ കയ്യിലാണോ? അല്ലല്ലോ. കേരളത്തിന്റെ അധികാരം ഇരിക്കുന്നത് ഈ LDFന്റെ UDFന്റെ കയ്യിലാണ്. രണ്ട് കൂട്ടർ കയ്യിൽ. ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF, ആരായാലും ജയിക്കും. ഒരു കാര്യം ഉറപ്പാണ്, NDA അധികാരത്തിൽ വരില്ല. കേന്ദ്രത്തിൽ NDA ഉണ്ടായിരിക്കും, കേരളത്തിൽ അധികാരത്തിൽ വരും ഇല്ല. ആ കാര്യം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആളാരാണ്? നായന്മാർക്ക് വൃത്തിയായിട്ട് അറിയാം. എമ്പോ ഈ നായരാണ് അവർക്ക് വോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ സുകുമാരൻ നായരിന് ചിലപ്പോൾ വോട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ SNDP ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വക സോഫിസ്റ്റിക്കേഷൻ അവർക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തോന്നിയത് പറയാന്നുള്ളതാണ്. രാഷ്ട്രീയം എപ്പോഴും അവരങ്ങനെയാണ് കണക്കാക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വളരെ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരോടും നേരത്തെ എല്ലാവരോടും സമദൂരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ സമദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ഈ BDJSന്റെ നേതാവിനെ നേരിട്ട് കാണില്ലെന്ന് തീരുമാനം എടുക്കുന്നത്. അതൊരു തന്ത്രപരമായ തീരുമാനമാണ്. വേണമെങ്കിൽ വീട്ടിൽ വെച്ച് പോയി വേറെ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഒഫീഷ്യലി അവർ കാണാൻ തയ്യാറില്ല. അതാണ് അധികാരത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ LDF ഏതെങ്കിലും കേരളത്തിൽ ഇപ്പൊ LDF ഭരിക്കുമ്പോൾ LDFന്റെ കൂടെ നിൽക്കും, UDF ഭരിക്കുമ്പോൾ UDFന്റെ കൂടെ നിൽക്കും. കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ളതാണ് അത് അവർക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു അപ്പൊ VR അനൂപ് അത് ഈ രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ VR അനൂപിന് പറ്റിയ തെറ്റെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന്റെ ഒരു ബലതന്ത്രം ഇവിടെ ഉണ്ട്. ആ ബലതന്ത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാവാതെ പോകുന്നതുകൊണ്ടാണ് ഇത്തരം വിമർശനം ഉണ്ടാകുന്നത്. എന്തായാലും BDJSനെ കണക്കാക്കേണ്ടത്, BDJSനെ ഏതൊക്കെ രീതിയിൽ കോൺഗ്രസ് കൂടെ നിർത്താൻ കഴിയുകയാണെങ്കിൽ BJPയുടെ രാഷ്ട്രീയ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ പൊളിക്കാൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ അത് പ്രയാസകരമായിരിക്കുന്നതാണ് യാഥാർത്ഥ്യം.